നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. അരിപ്പൊടിയും പലവിധ പച്ചക്കറികളും ഒക്കെ ചേർത്ത് വളരെ രുചികരമായ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് അരിറൊട്ടി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരങ്ങളിൽ ലഘുഭക്ഷണമായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ ഈ ഒരു അരിറൊട്ടി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? നമുക്കായി ഇത് പരിചയപ്പെടുത്തുന്നു ആനന്ദ്. അരിറൊട്ടി തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: അരിപ്പൊടി ആവശ്യത്തിന്, നന്നായി അരിഞ്ഞ സവോള, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു കായം, ജീരകം, വെള്ളം, തേങ്ങ ചിരകിയത്, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, മല്ലിയില, അല്പം എണ്ണ, 1 ടീസ്പൂൺ നെയ്യ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായി ഒരു പാത്രത്തിൽ അരിപ്പൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് ജീരകം, നന്നായി അരിഞ്ഞ പച്ചമുളക്, 1 നുള്ളു കായം, മല്ലിയില, തേങ്ങ, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിശ്രിതത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി അരിഞ്ഞ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തുകൊണ്ടേയിരിക്കുക. എല്ലാ ചേരുവകളും നന്നായി കലർത്തി കുഴച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് മിനിറ്റ് മാറ്റിവെക്കാം. ഇനി കുഴച്ചു വെച്ച മാവ് ചെറിയ ഉരുള രൂപത്തിൽ ഉരുട്ടിയെടുക്കുക. അടുത്തതായി ഒരു തവ എടുത്ത് ചൂടാക്കുക. അതിൽ എണ്ണ തടവി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ഉരുളമാവ് വെച്ച് വൃത്താകൃതിയിൽ നന്നായി പരത്തി കൊടുക്കുക. ഇടത്തരം തീയിൽ മാത്രമാണ് ഇത് വേവിക്കേണ്ടത്. റൊട്ടിയുടെ മുകളിൽ അല്പം എണ്ണ ചേർത്ത് കൊടുക്കണം. അരിറൊട്ടി തവയിൽ പറ്റി നിൽക്കാതിരിക്കാൻ ഇത് സഹായിക്കും. 2-3 മിനിറ്റ് ഇടത്തരം തീയിൽ റൊട്ടി ഇരുവശവും വേവിച്ചെടുക്കുക. റൊട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. റൊട്ടി തയ്യാറായി കഴിഞ്ഞാൽ തക്കാളി ചട്നി, തേങ്ങാ ചട്നി, നിലക്കടല ചട്നി എന്നിവയിൽ ഏതെങ്കിലും ചേർത്ത് കഴിക്കാവുന്നതാണ്. മികച്ച രുചിക്കായി റൊട്ടിയിൽ കുറച്ച് നെയ്യ് കൂടി തടവി കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.